വിശന്നു വലഞ്ഞാൽ മനുഷ്യൻ കണ്ണിൽ കാണുന്നതെല്ലാം തിന്നാറുണ്ട്. എന്നാൽ ഒരിക്കലും തിന്നാത്ത ഒന്നാണ് മലം. ഒന്നുകിൽ നമുക്ക് അതിനോട് സ്വാഭാവികമായ അറപ്പാണ്, അല്ലെങ്കിൽ അതിൽ മാരകമായ രോഗാണുക്കൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ പല മൃഗങ്ങൾക്കും മലം അല്ലെങ്കിൽ കാഷ്ടം എന്നത് അവരുടെ ഭക്ഷണക്രമത്തിലെ ഒരു പ്രധാന വിഭവമാണ്. എന്തായിരിക്കും കാരണം? യഥാർത്ഥത്തിൽ കാഷ്ടം നമ്മൾ വിചാരിക്കുന്ന അത്ര അപകടകാരിയല്ല എന്നതാണ് ഇതിനു പിന്നിലെ ഒരു കാരണം. രോഗികളായ ജീവികളുടെ കാഷ്ടത്തിൽ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളും വൈറസുകളും ഉണ്ടായേക്കാം. എന്നാൽ ആരോഗ്യവാന്മാരായ ജീവികളുടെ കാഷ്ടത്തിൽ ഭൂരിഭാഗവും വെള്ളവും ദോഷകരമല്ലാത്ത ബാക്ടീരിയകളും ദഹിക്കാത്ത ഭക്ഷണവും മാത്രമാണുള്ളത്. അപകടകരമായ അണുബാധകളെ ചികിത്സിക്കാൻ ഡോക്ടർമാർ പോലും ഇന്ന് ആരോഗ്യവാന്മാരായ മനുഷ്യരുടെ കാഷ്ടത്തിൽ നിന്നുള്ള പൂപ്പിൽസ് നിർദ്ദേശിക്കാറുണ്ട്. ദഹനപ്രക്രിയയിൽ ഭക്ഷണത്തിലെ പല പോഷകങ്ങളും വലിച്ചെടുക്കാൻ ശരീരത്തിന് പലപ്പോഴും കഴിയാറില്ല. അതുകൊണ്ട് തന്നെ കാഷ്ടത്തിൽ ധാരാളം പോഷകങ്ങൾ അവശേഷിക്കുന്നുണ്ടാകും. സസ്യാഹാരികൾ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ 1/3 ഭാഗവും കാഷ്ടത്തിലൂടെ പുറന്തള്ളുന്നു. അതുകൊണ്ട് തന്നെ ചില വണ്ടുകളും ഈച്ചകളും മറ്റും മൃഗങ്ങളുടെ കാഷ്ടത്തിലെ പോഷകങ്ങൾ കൊണ്ടാണ് ജീവിക്കുന്നത്. പണ്ടുകാലത്ത് മനുഷ്യർ അവരുടെ ടോയ്ലറ്റ് പന്നിത്തൊഴുത്തുകൾക്ക് മുകളിൽ പണിതിരുന്നതും ഇതുകൊണ്ടാണ്. കാരണം മനുഷ്യന്റെ കാഷ്ടത്തിലെ പോഷകങ്ങൾ കൊണ്ട് പന്നികൾക്ക് ജീവിക്കാൻ സാധിക്കും. ചില നായ്ക്കൾ കാഷ്ടം കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. തങ്ങൾക്ക് ആവശ്യമുള്ള ചില പ്രത്യേക വിറ്റാമിനുകളോ എൻസൈമുകളോ അടങ്ങിയ കാഷ്ടം മണത്ത് കണ്ടുപിടിക്കാൻ നായ്ക്കൾക്ക് പ്രത്യേക കഴിവുണ്ട്. അതുപോലെ ഗറില്ലകൾ ചില കട്ടിയേറിയ വിത്തുകൾ കഴിക്കുമ്പോൾ അവയുടെ ദഹന വ്യവസ്ഥയ്ക്ക് ആ വിത്തുകളെ പൂർണ്ണമായി ദഹിപ്പിക്കാൻ കഴിയില്ല. അതിനാൽ ആ വിത്തുകളിലെ കൊഴുപ്പും സോഡിയവും പൂർണ്ണമായി ലഭിക്കുന്നതിനായി അവർ സ്വന്തം കാഷ്ടം വീണ്ടും കഴിക്കാറുണ്ട്. കസവറി എന്ന പക്ഷിയുടെ കാര്യമെടുത്താൽ അവയുടെ ദഹനനാളം വളരെ ചെറുതായതിനാൽ കഴിക്കുന്ന പഴങ്ങൾ പലപ്പോഴും ദഹിക്കാതെ തന്നെ പുറത്തു വരും. അപ്പോൾ അവ തിരിഞ്ഞു നിന്ന് അത് വീണ്ടും കൊത്തി തിന്നാറുണ്ട്. ചില മൃഗങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ സ്വന്തം കാഷ്ടം കഴിച്ചേ മതിയാകൂ. ഉദാഹരണത്തിന് മുയലുകൾ പശുക്കളെ പോലെ തന്നെ സസ്യങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് പശുക്കളുടേതുപോലെ സങ്കീർണമായ ദഹന വ്യവസ്ഥയില്ല. അതിനാൽ ആദ്യത്തെ തവണ ദഹിക്കാത്ത ഭക്ഷണവും അത് ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയകളും അടങ്ങിയ ഒരു കുഴമ്പ് പോലുള്ള കാഷ്ടമാണ് അവ പുറന്തള്ളുന്നത്. പോഷകങ്ങൾ വീണ്ടെടുക്കാനും ബാക്ടീരിയകളെ ശരീരത്തിലേക്ക് തിരിച്ചെത്തിക്കാനും മുയലുകൾ ഇത് വീണ്ടും കഴിക്കുന്നു. ഇതിനുശേഷമാണ് അവ സാധാരണമായ മുയൽ കാഷ്ടം പുറന്തള്ളുന്നത്.